അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് പഠിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് അടക്കം അടങ്ങിയ നമ്മുടെ സ്കീംസിന്റെ റിവിഷൻ ക്ലാസ് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ഓക്കെ പറയൂ, അതിനുശേഷം നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സുരക്ഷ സാമൂഹ്യ പരിരക്ഷ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പദ്ധതി? ഏതാണ് പദ്ധതി? വയോമിത്രമാണ്. 65 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതി ഏതാണ്? വയോമിത്രം തന്നെയാണ് കേട്ടോ. അത് തെറ്റിക്കില്ല ഇനി ആരും. വയോമിത്രമാണ് പദ്ധതി. രണ്ടാമത്തത്, മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി എന്താണെന്നാണ് ചോദ്യം. ഏതായിരിക്കും ഓപ്ഷൻ? പോളിട്ടോളൂ. എല്ലാരും പോള് ചെയ്യുന്നില്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ഏകദേശം എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഉത്തരം ഏതാണ്? നമുക്ക് ഉത്തരം അറിയുന്നതാണ്. ഉത്തരം താലോലമാണ്. ഉത്തരം ഏതാണ്? താലോലമാണ്. പഠിച്ചു വെക്കേണ്ടത് മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി. ശ്രദ്ധിച്ചോളൂ, ഇത് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ LDC എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഏറ്റവും ആദ്യം കൊടുത്തിരിക്കുന്നതെല്ലാം. LDC എക്സാം, LGS എക്സാം, കേരള ബാങ്ക് OAയുടെ ക്വസ്റ്റ്യൻസ് ഈ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്നും അതുമായി റിലേറ്റഡ് ആയ കുറച്ച് കറണ്ട് അഫയർ ഭാഗങ്ങൾ, പദ്ധതികളിൽ നിന്നുള്ള കറണ്ട് അഫയർ ഭാഗത്ത് നിന്നും ഏറ്റവും ലേറ്റസ്റ്റ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ആ രീതിയിൽ തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് കാണാൻ ശ്രമിക്കുക. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പദ്ധതി? ഓപ്പറേഷൻ അമൃതാണ് കേട്ടോ. ശ്രദ്ധിച്ചോളൂ, ഇത് നമ്മുടെ പാലക്കാട് LDCക്ക് വന്നതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഓപ്പറേഷൻ അമൃത് കേട്ടോ. എന്താണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം. ഇത് കറണ്ട് അഫയർ വിഭാഗത്തിൽ നിന്ന് വന്നതാണ്. പദ്ധതികളിലെ കറണ്ട് അഫയർ വിഭാഗത്തിൽ നിന്ന് വന്നൊരു ചോദ്യമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് പോയിന്റ് കൂടിയാണിത്. 2024 എനിക്ക് തോന്നുന്നു ജൂൺ ജൂലൈ ആ സമയത്താണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിന് വേണ്ടി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ അമൃത് എന്നുള്ളത്. അടുത്തത്, കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകാൻ ആരംഭിച്ച സംരംഭം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ശ്രുതി തരംഗമാണ്. ഇതിൽ വേറെ ഒന്നും നോക്കില്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം ഏതാണെന്ന് ചോദിച്ചാൽ അത് ശ്രുതി തരംഗമാണ്. ഏതാണ്? ശ്രുതി തരംഗമാണെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1076 ആണോ, 1058 ആണോ, 1066 ആണോ, 1056 ആണോ? ഏതാണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ? അഞ്ചാമത്തെ ചോദ്യമാണത്. ഏതാണ് അതിനുത്തരം?
ഓപ്ഷൻ ഡി ആണ് 1056. ഇതും ഇപ്പൊ നടന്ന LDC എക്സാമിന് എന്താണ് കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ, ഇതുപോലത്തെ കുട്ടികൾക്കുള്ള ഹെൽപ്പ് ലൈൻ നമ്പർ, എല്ലാ നമ്പറും ഇതുപോലെ എക്സാമിനേഴ്സിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കുറെ പേർക്ക് തെറ്റ് വരലും ഡൗട്ട് വന്നൊരു കാര്യമാണ്. അത് എന്താണെന്നുള്ള കാര്യങ്ങൾ ബാക്കി ഓപ്ഷൻസ് കൂടെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് മാനസികാരോഗ്യം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏതാണെന്ന് ചോദിച്ചാൽ പ്രതീക്ഷാ ഭവനാണോ, പ്രത്യാശാ ഭവനാണോ, ആശാഭവനാണോ, പ്രിയ ഹോമാണോ? ഇപ്പൊ തന്നെ കാണില്ലേ കുറെ പേര് ആ ചോദ്യം തെറ്റിച്ചു. സോ നമുക്കത് എന്താണ് ഓപ്ഷൻ ശരിക്കുള്ളത് നോക്കാം. ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആശാഭവനാണ്. എന്താണ് ഉത്തരം? സി ആശാഭവനാണ്. എന്താണ് ബാക്കിയുള്ളത് നോക്കണ്ടേ നമുക്ക്. പ്രതീക്ഷാ ഭവൻ എന്താന്ന് ശ്രദ്ധിച്ചോളൂ. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനാണ് പ്രതീക്ഷാ ഭവൻ. പുരുഷന്മാരുടെ പുനരധിവാസത്തിനുള്ളതാണ് പ്രതീക്ഷാ ഭവൻ. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. പ്രത്യാശാ ഭവനാണെങ്കിലോ ഇവിടെ പുരുഷന്മാരുടെ പ്രതീക്ഷയാണെങ്കിൽ സ്ത്രീകളുടെ പ്രത്യാശാ ഭവനാണ്. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായി? പുരുഷന്മാർക്ക് അത് 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന പുരുഷന്മാരുടെ പുനരധിവാസത്തിനുള്ളതാണ് പ്രതീക്ഷാ ഭവനെങ്കിൽ പ്രത്യാശാ ഭവൻ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിനാണ്. അപ്പൊ എയും ബിയും ആൻസർ ചെയ്തവർക്കുള്ള കാര്യം മനസ്സിലായില്ലേ? ആശാഭവൻ ശ്രദ്ധിച്ചോളൂ. ഇതിന് മുന്നത്തെ LDC, അത് നമ്മൾ ഇപ്പൊ നടന്ന LDC എക്സാമിന് മുന്നത്തെ, അതായത് പ്രിലിംസിന് ശേഷം വന്ന ആ LDC എക്സാമിന് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ട് അത് ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ടല്ല, ആ ആശാഭവനുമായി ബന്ധപ്പെട്ടതിൽ ഉൾപ്പെടാത്തത് ഏതെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യം നമ്മുടെ ഈ സ്ലൈഡിൽ തന്നെ ഉണ്ട്. മാനസികമായി സുഖം പ്രാപിച്ച രോഗികളെ നോക്കാൻ ആരുമില്ലാത്തവരുടെ പരിചരണത്തിനും സംരക്ഷണത്തിനുമാണ് ഈ സ്ഥാപനങ്ങൾ ഉദ്ദേശിക്കുന്നത്. സംസ്ഥാനത്ത് 6 ആശാഭവനുകളാണുള്ളത്. സ്ത്രീകൾക്ക് തിരുവനന്തപുരം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 3 ആശാഭവനും, പുരുഷന്മാർക്ക് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് എന്നിവിടങ്ങളായിട്ട് 3 എണ്ണം. മനസ്സിലായി? എന്താണ് മാനസികാരോഗ്യം ഭേദമായിട്ടും അവർക്കുള്ള അസുഖം ഭേദമായി, പക്ഷെ അവരെ ശുശ്രൂഷിക്കാനോ നോക്കാനോ ആരും ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനമാണ് ആശാഭവൻ. പഠിച്ചു വെക്കുക. ഇനി പ്രിയ ഹോം ഉണ്ട്. എന്താ പ്രിയ ഹോം? മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന വനിതകൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കുന്ന സംയോജിത പുനരധിവാസ ഗ്രാമ പദ്ധതിയാണ് പ്രിയ ഹോം. അതപ്പോ ഓരോന്നും മാറാതെ പഠിക്കേണ്ട കാര്യമാണ്. ഇത് വെല്ലുവിളി നേരിടുന്നവർക്കാണ് പ്രിയ ഹോം. പുനരധിവാസത്തിൽ എന്തിനാണ്? ഇവരുടെ വെല്ലുവിളി മാറി, ഇവരുടെ അസുഖങ്ങളെല്ലാം മാറി എന്നിട്ട് വന്നു, പക്ഷെ അവര് നോക്കാനും ഒന്നും ആരുമില്ല. അത്തരത്തിലുള്ളവരെ പുനരധിവസിപ്പിക്കാനാണ് ആശാഭവൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? എന്താണ് ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഏഴാമത്തെ ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? നവജീവനാണോ, വയോരക്ഷയാണോ, മന്ദഹാസമാണോ, സ്വയം പ്രഭയാണോ? നിങ്ങൾ പോളായിട്ട് ചെയ്യുന്നതിലാണ് താല്പര്യം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് പോളായിട്ട് തന്നെ ചോദിക്കുന്നത്. പോളായിട്ട് വേണ്ട എന്നുള്ളവർ പറഞ്ഞ കമന്റ് ചെയ്താ പോള് മാറ്റിയിട്ട് ജസ്റ്റ് നിങ്ങളുടെ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞാൻ ചോദിക്കുന്നതാണ്. ഏതാണ് ഉത്തരം? ഏതാണ് ഉത്തരം? ഓപ്ഷൻ എ നവജീവനാണ്. ഇതെല്ലാം ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. കേരളത്തിലെ ഇതും എന്താണ്? ഇതും നമ്മുടെ CA ഫാക്ട് ആണ് കേട്ടോ. ഇത് നമ്മുടെ കറണ്ട് അഫയർ എന്ന് ഓക്കെ, കറണ്ട് അഫയർ ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. എന്താണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. പഠിച്ചു വെക്കേണ്ട കാര്യമാണ് നവജീവൻ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് എത്ര തവണ റിപ്പീറ്റഡ് ആണ് അത്രയും തവണ പറയാൻ പറ്റില്ല, അത്രയും തവണ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിച്ച് ഫോളോ ചെയ്തോളൂ. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ
സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? താലോലം, സമാശ്വാസം, സ്നേഹപൂർവ്വം, സാന്ത്വനം. ക്ലാസ്സിലുള്ള എല്ലാവരും പോൾ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ മാക്സിമം. നമ്മൾ ഇങ്ങനെ പോൾ ചെയ്ത് പോയാലാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുക. ഏതാണ് ഉത്തരം? ശ്രദ്ധിച്ചോളൂ, ഉത്തരം സ്നേഹപൂർവമാണ്. ഉത്തരം സ്നേഹപൂർവമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ഇത് സ്നേഹപൂർവ്വം. അതായത് നമ്മുടെ ഈ ഇന്നത്തെ ഈ PDF തന്നെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ തവണ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ 2-3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത, അതായത് 5 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഈ ചോദ്യം 2 തവണ വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് എടുത്തുള്ള 5 എക്സാംസിൽ നിന്ന് ഈ ചോദ്യം 2 തവണ വന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക. എന്താണ്? മാതാപിതാക്കൾ നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ധനസഹായം, ഇതുവരെ ഡിഗ്രി വരെ കേട്ടാ, ഡിഗ്രി വരെ പഠിക്കാൻ അവർക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ഏത്? സ്നേഹപൂർവ്വം. സ്നേഹപൂർവ്വത്തിന് വേറൊരു, അതായത് സ്നേഹപൂർവ്വം പദ്ധതി നിലവിൽ വേറൊരു കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ചോദ്യമായിട്ട് തന്നെ ഞാൻ തരാട്ടോ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇതും ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഏതാണ്? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം, ഹൃദ്യം, ബാലമുകുളം, താലോലം. ഏതാണ്? വെരി ഗുഡ്. എല്ലാവരും ആൻസർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും തെറ്റിക്കാതെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഏതാണിത്? ഇതാണ് ശലഭം ട്ടോ. ഇത് വേറെ രീതിയിലും PSC ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ ചോദ്യമായിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ തന്നെ കാണാം. നവജാത ശിശുക്കളുടെ സമഗ്ര, അതായത് കുട്ടി ജനിച്ച ഉടനെ തന്നെ അവർക്ക് ബാക്കി എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ, അവർക്ക് എന്തെങ്കിലും ആരംഭത്തിൽ തന്നെ വല്ല ചികിത്സ നൽകണം, അങ്ങനെയുള്ള എല്ലാത്തിനുള്ള ഫുൾ ആയിട്ട് ഒരു ചെക്കപ്പ് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഏത്? ശലഭം എന്ന പദ്ധതി. മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? 10ാമത്തെ ചോദ്യം, അതിന്റെ തന്നെ ഓപ്ഷനിലുള്ളതാണ്. നോക്കി, നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്ക് കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം. അതായത് ചോദ്യം. ഇനി ഹൃദ്യം, ഓപ്ഷനിൽ ഹൃദ്യം ഉണ്ട്. എന്താണ്? ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള സൗജന്യ പദ്ധതി. ഓക്കെ, അവർക്ക് ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്കുള്ള ഒരു ചികിത്സാ പദ്ധതിയാണ് ഹൃദ്യം. പേരിൽ തന്നെ ഉണ്ട്, ചോദിച്ചിട്ടുള്ളതാണ്. ബാലമുകുളം എന്താണ്? റീസെന്റ് ആയിട്ട് എന്താണ് ബാലമുകുളം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം. ബാലമുകുളം പഠിച്ചു വെച്ചോളൂ. താലോലം എന്താണ്? വൃക്കരോഗം, ഹൃദ്രോഗം, ഹീമോഫീലിയ തുടങ്ങിയ മാരക രോഗങ്ങളെ ബാധിച്ച കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ്. ഞാൻ ഇവിടെ തന്നെ താലോലം കൊടുത്തു. പക്ഷെ താലോലം ചോദിച്ചിട്ട് ചോദ്യത്തിൽ തന്നെ ഇവിടെ ഉണ്ട്. നിലവിൽ ചോദ്യമായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി പദ്ധതികൾ മനസ്സിലായില്ലേ? 10ാമത്തെ ചോദ്യം കൂടി ചോദിച്ചിട്ട് ബാക്കി നമുക്ക് നോക്കാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരതാക്കാനുള്ള പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചത്. ഇത് എന്താണ്? ആരോഗ്യക്ഷേമ പദ്ധതി എന്നതിനേക്കാളും കറണ്ട് അഫയറിൽ നിന്നുള്ള ചോദ്യമാണ്. ഉത്തരങ്ങൾ പോൾ ചെയ്യാം. കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരരാക്കുന്ന പദ്ധതി ഏതാണെന്ന് കണ്ടെത്തുക. ചങ്ങാതിയാണോ, സാന്ത്വനമാണോ, ഹമാരി മലയാളമാണോ, നവജീവനാണോ? ഏതാണ്? വെരി ഗുഡ്. ഏതാണ് ഉത്തരം? ചങ്ങാതിയാണ്. അപ്പോ 10 ചോദ്യങ്ങൾ കഴിഞ്ഞപ്പോ ദേവിക, അഭിനവ്, വന്ദന 3 പേരും 8 മാർക്ക് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട്. എനിക്കിതിൽ 3 പേരെയാണ് കാണുന്നത്. ബാക്കിയുള്ളവര് മാർക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, 3 പേരുടെ പേരാണ് എനിക്ക് കാണുന്നത്.
ബാക്കിയുള്ളവർ നിങ്ങളുടെ മാർക്കൊന്ന് കമന്റ് ചെയ്തോളൂ. ഈ അഭിനവ്, ദേവിക, വന്ദന 3 പേർക്കും ഇതേ രീതിയിൽ തന്നെ 8 മാർക്ക് തന്നെയല്ലേ ശരിക്കും? ഓക്കെ, സോ ബാക്കിയുള്ളവർ കൂടെ ഒന്ന് മാർക്ക് കമന്റ് ചെയ്യാം, എന്നാലല്ലേ? ഒന്നും തെറ്റിയില്ല. അഭിനവന് 10 ശരിയായിരുന്നോ? പക്ഷെ കാണിച്ചില്ല അല്ലെ? തെറ്റായിട്ടാണ് കാണിച്ചത് അല്ലെ? ശരി, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അപ്പൊ 10 ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. 10ഉം കറക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ടൈം ഔട്ടായ പ്രശ്നം ഉണ്ടാവും കേട്ടോ. ടൈം കൃത്യം ടൈമിൽ തന്നെ ചെയ്യണേ. 15 സെക്കൻഡ് കൊടുക്കാറുള്ളൂ പൊതുവെ. 30 സെക്കൻഡ് ആണെങ്കിൽ ഒരുപാട് ഡിലേ വരും. അതുകൊണ്ടാണ്. അതിഥി തൊഴിലാളികളെ നോക്കിക്കേ, മലയാളം എഴുതാനും വായിക്കാനും പറയാനും പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതിയാണ് അനന്യ മലയാളം. ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് നമ്മൾ പറഞ്ഞത്? സാക്ഷരതാ മിഷൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാള ഭാഷയിൽ സാക്ഷരതാക്കാനാണ് ചങ്ങാതി. ഇനി അനന്യ മലയാളം ചോദിച്ചിട്ട് എന്താണ്? അതിഥി തൊഴിലാളികളെ മലയാളം എഴുതാനും വായിക്കാനും പറയാനും പഠിപ്പിക്കുന്ന മലയാള മിഷന്റെ പദ്ധതിയാണ് അനന്യ മലയാളം പദ്ധതി. അനന്യ മലയാളം അതിഥി മലയാളം പദ്ധതി. അനന്യ മലയാളം അതിഥി മലയാളം പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നോക്കിയൊക്കെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലാണ് ആദ്യം നടപ്പിലാക്കിയത്. ഇതെല്ലാം കറണ്ട് അഫയർ ചോദ്യ ഭാഗമാണ്. ഇതെല്ലാം കറണ്ട് അഫയർ ആണ്. നോക്കിക്കേ, ഇതര സംസ്ഥാന തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സാക്ഷരതാ മിഷന്റെ പദ്ധതിയാണ് ചങ്ങാതി. ഇതാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അതിഥി തൊഴിലാളികളെ ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ രാജ്യത്തെ, അതായത് അതിഥി തൊഴിലാളികൾക്കായി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനം ഏത് തന്നെയാണ്? കേരളം. നമ്മൾ അതിഥി തൊഴിലാളികൾക്ക് അത്രയും പരിഗണന കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണെന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ? 11ാമത്തെ ചോദ്യമാണ്. 11. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക്സ് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ശ്രുതിമധുരം നയനാമൃതം പദ്ധതി, കരുതൽ ചൈൽഡ് കെയർ, അമൃതം ആരോഗ്യം പദ്ധതി. ഏതാണ് പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷനായ ഡയബറ്റിക് റെറ്റിനോപ്പതി നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി? താഴെ കൊടുത്തിട്ടുള്ളതിൽ എല്ലാവരും, ക്ലാസ്സിലുള്ള എല്ലാവരും കമന്റ്, അതായത് പോൾ ചെയ്യാം കേട്ടോ. അതിനാണല്ലോ പോൾ തന്നിട്ടുള്ളത്. എന്നോട് ടൈം ശരിക്കും കൂടുതലാണ് തരുന്നത്, എന്നിട്ടും നിങ്ങൾ പോൾ ചെയ്യാത്തവരുണ്ട്. മേ ബി ചിലപ്പോൾ അറിയാത്തവരായിരിക്കും. ക്വസ്റ്റ്യൻ ഉത്തരം അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ നെഗറ്റീവ് വരേണ്ട. നോക്കിക്കോളൂ, ഓപ്ഷൻ ബി ആണ്. അതായത് നയനാമൃതം പദ്ധതി മാത്രമാണ് ഇത്. അമൃതം ആരോഗ്യം എന്നുള്ളത് നമുക്കൊരു എന്താണ്, നമ്മുടെ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതിയാണ് ഇത്, അമൃതം ആരോഗ്യം. ആ അമൃതം ആരോഗ്യത്തിന് കീഴിൽ വരുന്നതാണ്. അതായത് ഇത് ഈ ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി എന്ന് ചോദിച്ചിട്ട് എല്ലാ LGS എക്സാമിനും ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് എന്ത്? അമൃതം ആരോഗ്യം. ഇത് നമ്മുടെ 4ാമത്തെ ഓപ്ഷൻ. ഓക്കെ, അമൃതം ആരോഗ്യം എന്നുള്ളത് എന്താണ്? ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ്. ഇതിന് കീഴിൽ വരുന്ന പല പദ്ധതികളുണ്ട്. സിറസ് ഉണ്ട്, എന്താണ് നയനാമൃതം, ഡയബറ്റിക് ഫുഡ്, ഇതെല്ലാം എന്താണ് സോസ്, ഇതെല്ലാം ഇതിന് കീഴിൽ വരുന്നതാണ്. അതിലെ നയനാമൃതം പദ്ധതി എന്താണ്? നമ്മുടെ ഡയബറ്റീസ് ഒക്കെ ബാധിച്ച് നമ്മുടെ കണ്ണിന് പ്രശ്നം ഉണ്ടാവില്ലേ, അതുമായി ബന്ധപ്പെട്ടാണ്. അതാണ് അത് ഡയബറ്റിക് റെറ്റിനോപ്പതി. അത് നിർണ്ണയിക്കുന്നതിനും ചികിത്സിക്കുന്ന സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നയനാമൃതം. ഇനി ബാക്കി പദ്ധതിയൊക്കെ നോക്കിയാൽ പക്ഷാഘാത ചികിത്സാ പദ്ധതി. ഓക്കെ, ശിരസ് അല്ല, സിറസ് ആണ്. ഓക്കെ, പക്ഷാഘാത ചികിത്സാ പദ്ധതി എന്താണ്? സിറസ് ആണ് കേട്ടോ. സിറസ് ഇതെല്ലാം ചോദിച്ചിട്ട് ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഉണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ അമൃതം ആരോഗ്യം പദ്ധതിയുടെ കീഴിൽ വരുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓപ്ഷൻ നയനാമൃതം, സിറസ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലെന്തായിരുന്നു അല്ലാത്തത് എന്തായിരുന്നു വെച്ചാൽ ആർദ്രം പദ്ധതി മാത്രമായിരുന്നു. അതും ഈ ചോദ്യം, ഇതെല്ലാം ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ക്ലാസ്സിന്റെ PDF തന്നെ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ടെൻഷൻ അടിക്കരുത്. ജീവിതശൈലി രോഗനിർണയ പദ്ധതി IHMI എന്താണ്? ഇന്ത്യൻ ഹൈപ്പർ ടെൻഷൻ മാനേജ്മെന്റ് ഇനീഷ്യേറ്റീവ് എന്നുള്ള പദ്ധതി.
ക്യാപ്ഡ് ക്ലിനിക്. കണ്ടിന്യൂസ് ആംബുലേറ്ററി എന്താണ് പെരിറ്റോണിയൽ ഡയാലിസിസ്, അതാണ് ക്യാപ്ഡ്. നയനാമൃതം നമ്മൾ പറഞ്ഞു. ഡയബറ്റിക് ഫുഡ് ക്ലിനിക് ഉണ്ട്. COPD നിയന്ത്രണ പദ്ധതി സ്വാസ്. ഇതെല്ലാം എന്തിലാണ്? നമ്മുടെ ജീവിതശൈലി രോഗനിർണയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികളാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇത് നമ്മുടെ LGS എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ശരിക്കും ആരോഗ്യക്ഷേമ പദ്ധതി എന്ന് മാത്രമല്ല, ഡയറക്റ്റ് SCRT ചോദ്യമാണ്. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന കർമ്മ പദ്ധതിയുടെ കർസാപ്പ് കേരളത്തിൽ തുടങ്ങിയത് എപ്പോൾ എന്നാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പഴയ ചോദ്യം ചോദിച്ചെന്നൊക്കെ എല്ലാവർക്കും ഡൗട്ട് വരും. അതിന്റെ ഉത്തരം വരെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്, എങ്ങനെയാണ് ഈ ചോദ്യം വന്നത് എന്നുള്ളത്. 2018 ഒക്ടോബർ ആണോ, ഡിസംബർ ആണോ, നവംബർ ആണോ, 2021 നവംബറും 2021 ഡിസംബർ ആണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതാണ്? കൂടുതൽ പേർക്കും ഇതിന്റെ ഉത്തരം അറിയില്ല. ആദ്യം നിങ്ങൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോളൂ. ആദ്യം ഈ കർസാപ്പിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്താ കാര്യം എന്നുള്ളത് നമുക്ക് നോക്കുകയല്ലേ. ഒക്ടോബർ ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. നോക്കിക്കോളൂ. രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതിയായ കർസാപ്പ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ കേരളത്തിൽ തുടങ്ങിയത് 2018 ഒക്ടോബറിലാണ്. അപ്പൊ 2018 ഒക്ടോബറിലാണ്. ഇനിയോ കേരളത്തിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ചെറുക്കുന്നതിനുള്ള AMR എന്താണ് പ്രവർത്തനങ്ങളും തന്ത്രപ്രധാനമായ മുൻഗണനകളും വിശദീകരിക്കുന്ന ഒരു പദ്ധതിയാണ് കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. കർസാപ്പിനെ പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ നാഷണൽ ആക്ഷൻ പ്ലാൻ ഓൺ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് NAPAMR അടിസ്ഥാനമാക്കിയിട്ടുള്ള, അതായത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഈ പദ്ധതിയുടെ കീഴിൽ അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്ന ഒരു പദ്ധതിയാണ് കർസാപ്പ്. ഒന്നുമില്ല, എന്താണ് നമ്മുടെ രോഗകാരികളായ സൂക്ഷ്മജീവികളോടും മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ അതിനു വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. നോക്കി, എന്നാൽ കേരളത്തിന്റെ പ്രാദേശിക ആവശ്യങ്ങൾക്കും സാമൂഹ്യ സാംസ്കാരിക പരിഗണനക്കും അനുയോജ്യമായിട്ടാണ് ഈ പദ്ധതി. ഇത് എന്തിനാണ് ഇങ്ങനെ എല്ലാം പറയുന്നൊക്കെ ചോദിക്കും. ഇതിന്റെ സോഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തിട്ടുണ്ട്. SCRT ടെക്സ്റ്റ് ബുക്കിൽ ഇത് കൊടുത്തത് കൊണ്ടാണ്. നോക്കിക്കേ, 2018 ഒക്ടോബറിൽ. മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ചോദ്യം അങ്ങനെ വന്നതെന്ന്? കർസാപ്പിന് ഫുൾ ഫോം ഇനി ചോദിക്കും. കേരള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റന്റ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ. നോക്കിക്കേ, കേരള മാതൃകയുടെ മറ്റൊരു ഉദാഹരണമാണ്. എന്തിന്റെ? രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളതാണ്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വയ്ക്കുന്ന ഈ കർമ്മ പദ്ധതി ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്രയെന്ന്? ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലാണ്. 2016 മരുന്നുകളെ പ്രതിരോധിക്കുന്ന ക്ഷയരോഗം ലോകത്തെ ഏകദേശം 5 ലക്ഷം പേരെ ബാധിച്ചു. അതായത് നമ്മളിപ്പോ ഒരു രോഗത്തിനെതിരെ മരുന്ന് കഴിക്കാറുണ്ടല്ലോ, ആ മരുന്നിനെ പ്രതിരോധിക്കുന്ന ആ മരുന്നിനെയും പ്രതിരോധിക്കുന്ന രോഗാണുക്കൾ വരാൻ തുടങ്ങി. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുന്നത്, നമ്മൾ ആദ്യകാലത്ത് എന്താണ് കൊതുക് പോകാൻ കൊതുക് തിരി കത്തിക്കും. പിന്നെ ഒരു സമയം വരുമ്പോൾ കൊതുക് തിരി കത്തിച്ചാലും കൊതുക് പോകണ്ടോ? ഇല്ല. കൊതുകിനൊക്കെ ഈ മണം അടിക്കുന്നത് ഒരു ഉന്മാഷമാണ്. അത് നമ്മൾ പറയുന്ന പോലെ അവർ എൻജോയ് ചെയ്യല്ലേ, ആ രീതിയിലാണ്. അതുപോലെ തന്നെയാണ് ഈ രോഗാണുക്കളൊക്കെ ഈ മരുന്നിനെ അതിജീവിച്ച് ജീവിക്കാൻ തുടങ്ങി. അത് എപ്പോഴാണ്? 2016. അന്ന് അങ്ങനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൂക്ഷ്മജീവികളുടെ അതിജീവന ശേഷി ഒരു ആഗോള ആരോഗ്യ പ്രതിസന്ധിയെ കണക്കാക്കി ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊന്നും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട. പക്ഷെ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞ ഫുൾ ഫോമും ആ 2018 ഒക്ടോബറും. ഇതിനൊക്കെ കൂടി ഇതുമായി ബന്ധപ്പെട്ട SCRT ടെക്സ്റ്റ് ബുക്കിലാണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻസ്. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടിസ്ഥാന സൗകര്യങ്ങൾ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയുന്ന ഒരു കാര്യമായിരിക്കും ഇത്. ഏതാണ്? ഹരിത കേരള മിഷനാണോ, ആർദ്ര മിഷനാണോ, ലൈഫ് മിഷനാണോ, ജീവന മിഷനാണോ? പറഞ്ഞേ. ഏതാണ്?
അത് ആർദ്ര മിഷനാണ്. ആർദ്ര മിഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാലത്ത് നമ്മുടെ ആരോഗ്യക്ഷേമ പദ്ധതികൾ ചോദിക്കുമ്പോൾ അതിലെ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻ, അതായത് ഉറപ്പായിട്ട് ആർദ്ര മിഷൻ ചോദിക്കും. ബാക്കി ഇപ്പൊ ഒരു 3 ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു ചോദ്യം ആർദ്ര മിഷനാണ്, ബാക്കി 2 ഏതാണെന്ന് തീരുമാനിക്കുക എന്നുള്ള ലെവലിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യമാണ് ആർദ്ര മിഷൻ. ഡിഗ്രി ലെവലിൽ അത്ര ഒരുപാട് ഹയർ ലെവലാക്കി വരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ആർദ്ര മിഷനെ കുറിച്ച് നെറ്റിൽ നമുക്ക് സെർച്ച് ചെയ്താൽ നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ ഒരു വെബ്സൈറ്റിൽ ആർദ്ര മിഷനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഡിഗ്രി ലെവലിലെ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഭാഗമാണ് ആർദ്ര മിഷൻ. എന്തൊക്കെയാണ്? സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കി എന്ന ഉദ്ദേശത്തോടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് ആർദ്ര മിഷൻ. രോഗി സൗഹൃദമായ ഒരു സമീപനം സർക്കാർ ആശുപത്രികളിൽ നിന്ന് ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. അല്ലെങ്കിൽ രോഗി സൗഹൃദ ഔട്ട് പേഷ്യന്റ് സിസ്റ്റം. എന്താണ് ഔട്ട് പേഷ്യന്റ് സിസ്റ്റം? നമ്മൾ ഒ പി എടുക്കുമല്ലേ, അതാണ് ഔട്ട് പേഷ്യന്റ്. ഈ ഔട്ട് പേഷ്യന്റ് സിസ്റ്റം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ച പദ്ധതി എല്ലാം ചോദിക്കും. അതെല്ലാം ഏതാണ്? ആർദ്ര മിഷൻ ആണ്. ഇനി ഈ ഡേറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. 2016 നവംബർ 10 ആർദ്രം പദ്ധതി ആരംഭിച്ചതെന്ന് മുതൽ ആർദ്ര മിഷന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ കീഴിൽ വരുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഫണ്ട് കിഫ്ബിയാണ് കൊടുക്കുന്നത്. അതാണ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വരുന്ന ചെലവുകൾ സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നുമാണ് വകയിരുത്തുന്നത്. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ താലൂക്ക് ആശുപത്രി എന്നീ തലങ്ങളിലായിരിക്കും ആർദ്ര മിഷനിൽ പ്രഥമ പരിഗണന നൽകുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ആർദ്ര മിഷനാണ്. ഇതല്ലാതെയുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചോദ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലെ? 13 ക്വസ്റ്റ്യനായി 14ാമത്തെ ചോദ്യമാണ് ഇനി വരുന്നത്. ഇതെല്ലാം ഏറ്റവും ലേറ്റസ്റ്റ് ചോദ്യമാണെന്നുള്ളത് ആലോചിച്ചിട്ട് ഫോളോ ചെയ്യണേ. താഴെ പറഞ്ഞാൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്ക് പോഷകാഹാര കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസം ധനസഹായം ലഭിക്കുന്നത്? അയ്യങ്കാളി പദ്ധതി, നിർഭയ പദ്ധതി, സ്വാസ്ഥ്യം പദ്ധതി, ജനനി ജന്മരക്ഷാ പദ്ധതി. ഏതാണ് ഉത്തരം? നമ്മുടെ ജനനി ജന്മ രക്ഷാ പദ്ധതിയാണ്. ഇതും ഇപ്പോൾ നടന്ന LDC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. മനസ്സിലായില്ലേ? അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ് 14ാമത്തെ ചോദ്യം. മനസ്സിലായില്ലേ? എല്ലാം നമ്മൾ ലേറ്റസ്റ്റ് ചോദ്യമായിട്ടാണ് പഠിച്ചു പോകുന്നത്. നിങ്ങൾ പോൾ ചെയ്ത് പോകുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്നും ഉറപ്പിക്കാൻ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോളായിട്ട് തന്നെ പോകുന്നത്. ജനനി ജന്മരക്ഷയാണ്. ഏതാണ്? താഴെ പറഞ്ഞ ഏത് പദ്ധതിയിലൂടെ പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാര കുറവ് പരിഹരിക്കുന്നതിന് പ്രതിമാസ ധനസഹായ പദ്ധതി ഏതാന്ന് ചോദിച്ചാൽ ജനനി ജന്മരക്ഷയാണ്. മനസ്സിലായില്ലേ? 15ാമത്തെ ചോദ്യം. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനുമായി നടപ്പിലാക്കിയ പദ്ധതികളിൽ താഴെ തന്നിരിക്കുന്നതിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്നാണ് ചോദിച്ചുള്ളത്. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഇതിൽ ഏതൊക്കെയാണ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനായി നടപ്പിലാക്കിയ പദ്ധതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്? അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം ഏതെല്ലാമാണ്? നമ്മൾക്ക് സ്കീംസ് കുറേ അധികം ഉണ്ടാവും. അപ്പോൾ ചുമ്മാ അങ്ങനെ പഠിച്ചു പോകുന്നതിനെക്കാട്ടും നമ്മൾ എക്സാം ആയിട്ട് പഠിച്ചു പോകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് മനസ്സിലായി പോകും. ഓപ്ഷൻസിൽ നിന്നാണല്ലോ നമ്മൾ സെലക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് കൂടിയാണ് ഞാൻ കൂടുതലും ഈ ചോദ്യങ്ങളെ തന്നെ, അതല്ലാതെ തന്നെ നമ്മൾ കറണ്ട് അഫയറിൽ ആസിഫ് സാറിന്റെ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കുറെ എല്ലാം. ഓക്കെ, ഏതാണ്? ഇത് കുറച്ച് പേര് ഡൗട്ട് വരും, കാരണം ഓപ്ഷൻസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടല്ല വന്നത്. എല്ലാം ശരി. ഇതെല്ലാം എന്താണ്? സ്ത്രീകളുടെ. അഭയകിരണം സ്ത്രീകൾക്കുള്ളതാണ്. മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം ഇതെല്ലാം ആർക്ക് വേണ്ടിയുള്ളതാണ്? സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ക്ഷേമത്തിനും വേണ്ടിയിട്ട് നടപ്പിലാക്കുന്നതാണ്. ആരാണ്? വനിതാ ശിശുക്ഷേമ വകുപ്പ് തന്നെയാണ് നടപ്പിലാക്കുന്നത്. അപ്പൊ അഭയകിരണം ആർക്ക്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് ബന്ധപ്പെട്ടതാണ്. മംഗല്യ ആരുമായി ബന്ധപ്പെട്ടതാണ്? അതായത് അഭയകിരണം അവർക്ക് അഭയം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി. അത് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ പദ്ധതികൾ പറയാത്തത്. മംഗല്യ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടതാണ്. ആശ്വാസനിധിയുണ്ട്, സഹായഹസ്തമുണ്ട്. ഇതും അതുമായി ബന്ധപ്പെട്ടതാണ്. കൂടുതൽ പദ്ധതികളിൽ ഈ പദ്ധതികളുടെ എല്ലാം ചോദ്യങ്ങൾ താഴെയുണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്.
16-ാമത്തത് ശൈശവ വിവാഹം തടയുന്നതിന്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് അതാണ് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയ സാമൂഹ്യക്ഷേമ പദ്ധതിയാണ്. ആ പദ്ധതിയുടെ പേരിൽ നിന്ന് തന്നെ അത് നമുക്ക് കിട്ടും. എന്താണ്? അതായത് നമുക്കറിയാം ശൈശവ വിവാഹം വളരെ മോശമായ ഒരു കാര്യമാണ്. ആ വിവരം നൽകുന്ന ഒരു പൊൻവാക്കാണ്. ആ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് വകുപ്പിന് അതിനെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു പൊൻവാക്കാണ്. മനസ്സിലായി? അതായത് നമ്മൾ അങ്ങനെ ആ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരിതോഷികം കിട്ടും. പക്ഷെ പാരിതോഷികത്തിനേക്കാളും വലുതെന്താണ്? അതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയുടെ ജീവിതം രക്ഷിക്കാൻ പറ്റും. അങ്ങനെ കണ്ടാൽ മതി. ഇനി വല്ല ക്യാഷ് കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് അടുത്തുള്ള കല്യാണത്തിന്റെ അവിടെയൊക്കെ പോയിട്ട് ഇവിടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നൊക്കെ വിവരം നൽകിയിട്ട് ഞാൻ വീട്ടുകാരുടെ തല്ലും കൂടി മേടിച്ചു വെക്കരുത്. അല്ലാതെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം. 17-ാമത്തെ ചോദ്യമാണ്. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും 18 വയസ്സിൽ താഴെയുള്ള അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പദ്ധതിയാണ്. ആരോഗ്യ കിരണം, അമൃതം, ആർദ്രം, അശ്വമേധം. ഏതാണ്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്ന പദ്ധതിയാണ്. ആരോഗ്യ കിരണം, അമൃതം, ആർദ്രം, അശ്വമേധം. ആ പോൾ വരാനുള്ള ഡിലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കാനുള്ളതാണ്. ഏതാണ്? ശ്രദ്ധിച്ചോളൂ. ആരോഗ്യ കിരണം പദ്ധതിയാണ്. ഓക്കെ, ആരോഗ്യ കിരണം പദ്ധതിയാണ്. പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും അവരുടെ വരുമാന നില പരിഗണിക്കാതെ സൗജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്ന പദ്ധതി ആരോഗ്യ കിരണമാണ്. ഞാൻ ഇപ്പോൾ എത്ര ക്വസ്റ്റ്യൻ? 17. 3 ക്വസ്റ്റ്യനും കൂടി ചോദിച്ചിട്ട് ഞാൻ മിക്സഡ് ആയിട്ട് നിങ്ങൾ ഓപ്ഷൻ ഒന്നും ഇല്ലാതെ മിക്സഡ് ആയി ചോദിക്കും. ഉത്തരങ്ങൾ ആ സമയത്ത് കമന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? 18. ഇതിന്റെ ഉത്തരം ഞാൻ ഓൾറെഡി പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ അമ്മത്തൊട്ടിൽ, കാരുണ്യ, താലോലം, ശിശുക്ഷേമ സമിതി. ഏതാണ്? ഏതാണ്? ഇത് നമ്മളിപ്പോ മേലെ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്മുടെ താലോലം പദ്ധതിയാണ് കേട്ടോ. താലോലം പദ്ധതിയെ കുറിച്ച് നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ്. 19. സർക്കാർ ജീവനക്കാർക്കും, ഇതറിയാലോ വളരെ റിപ്പീറ്റഡ് വരുന്ന ഒരു ബേസിക് ക്വസ്റ്റിനെ മാറി. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി താഴെ പറയുന്ന ഏതാണ്? ചിയാക്കാണോ, കാരുണ്യമാണോ, മെഡിക്ലെയിം ആണോ, മെഡിസെപ്പ് ആണോ? ഏതാണ്? ഏതാണ് പദ്ധതി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അറിയാലോ, ഏകദേശം എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നത്. എല്ലാവരും ഓൺ ദ സ്പോട്ടിൽ പോൾ ചെയ്തു. ഏതാണ്? മെഡിസെപ്പ് ആണ്. അറിയാലോ, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? മെഡിസെപ്പ് ആണ്. 20-ാമത്തെ ക്വസ്റ്റ്യന്, ആയുർദളം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ആയുർദളം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ക്യാൻസർ ആണോ, എയ്ഡ്സ് ആണോ, ക്ഷയമാണോ? ഏതാണ്?
ഏതാണ് അത്? എയ്ഡ്സ് ആണ് കേട്ടോ. എയ്ഡ്സ് 20 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ ഇതാണ് നിങ്ങളുടെ മാർക്ക്. ഇത് തന്നെയാണോ നിങ്ങളുടെ മാർക്ക് എന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ. ഷിജിന ഷാബി 15, അഭിനവ് 15, ദേവിക 14. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് മിക്സഡ് ആയിട്ട് ചോദിക്കാൻ പോയതാണ്. കമന്റ് ചെയ്യേ. കേൾക്കുന്നില്ലേ? ഓക്കെ, ശരി, ചോദ്യം ചോദിക്കട്ടെ. നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാർ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? നവജാത ശിശുക്കളുടെ സമഗ്ര പരിശോധനയ്ക്കായി. വെരി ഗുഡ്. ശലഭം പദ്ധതിയാണ്. മാതാപിതാക്കൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരുന്ന ആൾക്ക് കുട്ടിയെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി. നമ്മൾ അത്രയുള്ളവർ എങ്ങനത്തെ സ്നേഹത്തോടെ നോക്കും? സ്നേഹപൂർവ്വം അവരെ നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നതാണ്. കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഏതാണ്? വെരി ഗുഡ് സുനിത, ദേവിക. ഇതാണ് നവജീവനാണ് പദ്ധതി. നവജീവൻ പദ്ധതിയാണ്. കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? കേരള സർക്കാരിന്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? 1056. ഓക്കെ. ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? ആന്റിബയോട്ടിക്കിന്റെ അമിത വിനിയോഗം തടയുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതി ഏതാണ്? അതായത് ഒന്നുമില്ല, നമുക്കറിയാലോ ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പക്ഷെ നമ്മളൊരു ചൊല്ല് പറയാറുണ്ട്, അധികമായാൽ അമൃതം വിഷമാണ്. അതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ആന്റിബയോട്ടിക് നമുക്ക് ആവശ്യമാണ്, പക്ഷെ അത് ഉപയോഗിച്ചിട്ട് അതും പറഞ്ഞിട്ട് ആന്റിബയോട്ടിക്കുകൾ അമിതമായി ഉപയോഗിക്കരുത്. അതെന്താണ്? അതേ രീതിയിൽ. അതുകൊണ്ടാണ് ആ പദ്ധതിക്ക് ഓപ്പറേഷൻ അമൃത് എന്ന് പേരിടാൻ തന്നെ കാരണം. മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് അമൃത് എന്ന് പേരിടാൻ കാരണം? ഓപ്പറേഷൻ അമൃത് മീൻസ് നമുക്കറിയില്ല, അമൃത് അധികമായാൽ വിഷമാണ് പറയും. അതേ രീതിയിലാണ് ആന്റിബയോട്ടിക് നല്ലതാണ്, നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ജീവൻ നിലനിർത്തും. അമൃത് എന്താണ്? ജീവൻ നിലനിർത്താൻ നമുക്ക് സഹായിക്കുന്ന ഒരു സാധനമാണ് അമൃത്. പക്ഷേ അധികമാണ് അമൃത് ഉപയോഗിക്കുന്നെങ്കിലോ വിഷമാണ്. അതേ രീതിയിൽ ആന്റിബയോട്ടിക്കുകളും അമിതമായി ഉപയോഗിച്ചാൽ നമ്മൾ എന്ത് ചെയ്ത് ചെറിയൊരു കാര്യം, നിങ്ങൾക്കറിയാലോ കേരളത്തിൽ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതായത് അമിത ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് മെഡിക്കൽ റിപ്പോർട്ടിന്, അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്? ഓപ്പറേഷൻ അമൃത് എന്നുള്ള പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇങ്ങനത്തെ പദ്ധതികൾ പഠിക്കുന്നത് PSC എക്സാം പാസ്സാകാൻ വേണ്ടി മാത്രമല്ല, ഇങ്ങനത്തെ പദ്ധതികളെല്ലാം ഉണ്ടെന്ന് അറിയാനും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മറ്റുള്ളവർക്ക് സഹായിക്കാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോ പദ്ധതിയും എന്തിനാണെന്നുള്ളതിന്റെ ബോധത്തോടെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഒരു 2 പദ്ധതിയും കൂടി പഠിച്ചിട്ട് ബാക്കി നമുക്ക് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പഠിക്കാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിന്റെ പദ്ധതി ഏതാണ്? സ്വയം പ്രഭ ഹോം, വയോജന ഹോം സ്റ്റേ ആണോന്ന് എനിക്ക് അഭിനവ് ചോദിച്ചത് മനസ്സിലായില്ല. അഭിനവ് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അഭിനവ് ചോദിച്ചത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി.
ഏതാണ്? അത് താലോലമാണ്. താലോലമാണ്. എങ്കിൽ 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന സ്ത്രീകളുടെ പുനരധിവാസത്തിനുള്ള പദ്ധതി ഏതാണ്? നമ്മൾ പുരുഷന്മാരുടെ സ്ത്രീകളുടെയും പഠിച്ചു. പുരുഷന്മാർക്കാണെങ്കിൽ അഭിനവ് പറഞ്ഞതാണ് ശരി. സ്നേഹക്കൂടല്ല, പ്രത്യാശ. അതെങ്ങനെ ജസ്റ്റ് ആലോചിച്ച് ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾക്ക് പുരുഷന്മാരോ, അത് ഞാൻ ചുമ്മാ ഒരു കോഡായിട്ടാണ് പറയുന്നത്, അതിന്റെ പേരിൽ ഇനി വേറെ ആരും ഒന്നും പറയരുത്. എങ്ങനെയാണ്? നമ്മള് പുരുഷന്മാരുടെ മേലെ പ്രതീക്ഷ വെക്കും. അപ്പൊ പ്രതീക്ഷാഭവൻ. സ്ത്രീകളോട് ആശയോടെ, പ്രത്യാശയോടെയാണ് സ്ത്രീകളെ നോക്കുന്നത്. പ്രത്യാശയോടെ നോക്കുന്നത് ആരെയാണ്? സ്ത്രീകളെയാണ്. അതുകൊണ്ട് പ്രത്യാശാഭവൻ സ്ത്രീകൾക്ക് പ്രതീക്ഷയോടെ നോക്കുന്ന പുരുഷന്മാരെ, അതുകൊണ്ട് പ്രതീക്ഷാഭവൻ പുരുഷന്മാർക്കും. നമ്മൾ പ്രത്യാശയോടെ നോക്കുന്ന ആരെയാണ്? സ്ത്രീകളെ. അതുകൊണ്ട് പ്രത്യാശാഭവൻ സ്ത്രീകൾക്കും. ചുമ്മാ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതില് ഞാൻ തെറ്റായിട്ടുള്ള മീനിങ് ഒന്നും എടുക്കാതെയാണ് പറയുന്നത്. ഇനി അതിന്റെ പേരിൽ എന്നെ ആരും വന്ന് കുരിശിൽ കയറ്റാൻ നിൽക്കരുത് ദയവ് ചെയ്ത്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെയെങ്കിലും ഒരു കണക്ഷൻ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ്. കാരണം അറിയാലോ, ആ ചോദ്യത്തിന് ഓപ്ഷനിലെല്ലാം ഉണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പഠിക്കാം. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിദ്യാധീരം, സ്നേഹസാന്ത്വന, വിജ്ഞാൻവാടി, കലാപാഠം. ഏതാണ്? ഓപ്ഷൻ നിങ്ങളോട് കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞില്ല, പോൾ തന്നിട്ടുണ്ട്. പോളിന്റെ കാര്യം എല്ലാവരും മറന്നോ? ഏതാണ്? വിദ്യാധീരമാണ് ഉത്തരം. വിദ്യാധീരമാണ് ഉത്തരം. ഓക്കെ. എന്താണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ഉന്നത പരീക്ഷകൾക്ക് സൗജന്യ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് വിദ്യാധീരം. പഠിച്ചു വെക്കേണ്ടതാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായി തടയുന്നതിനായി സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ കൂടിയാണ്, ആലോചിച്ച് വെച്ചോളൂ. ജാഗ്രത, ഉണർവ്, ശ്രദ്ധ, കരുണ. ഏതാണ്? ചിത്ര കമന്റ് ചെയ്യേണ്ട ഉത്തരം പോൾ ആയിട്ടാ. ആ പോൾസ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോൾ വരും. അതിൽ ആ ABCD എന്നുള്ളതിൽ പോൾ ടച്ച് ചെയ്താൽ മതി. ചാറ്റിന്റെ വലത് സൈഡ് പോൾസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോൾസിൽ ക്ലിക്ക് ചെയ്യുക, ABCD എന്നുള്ള ഓപ്ഷൻ വരും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഏതാണ് ഉത്തരം? ഉത്തരം ഉണർവാണ് കേട്ടോ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, സ്കൂൾ വിദ്യാർത്ഥികളെ ലഹരി ഉപയോഗം തടയുന്നതിന് സംസ്ഥാന എക്സൈസ് വകുപ്പ്. അപ്പൊ വിമുക്തി എന്താണ്? ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി. ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. വിമുക്തി ചോദിച്ചതാണ് എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുക. ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വിമുക്തി. അതിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതി എവിടെ? സ്കൂൾ വിദ്യാർത്ഥികളിൽ. അതാണ് ഉണർവ്. അതുകൂടി പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ഓക്കെ. 23. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷന്റെ പദ്ധതി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. താലോല, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം, കുടുംബശ്രീ. ചിലത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് ചിലർ പേടിക്കും, പക്ഷെ ഓപ്ഷൻ എന്താണ്? സിമ്പിൾ ആയിരിക്കും. എല്ലാവരും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കുറെ പേര് കമന്റ് ചെയ്യാതിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ഉത്തരം ഏതാണ്? കുടുംബശ്രീ മാത്രമാണ് അല്ലാത്തത്. ഓക്കെ. ഓപ്ഷൻ ഡി, കുടുംബശ്രീ മാത്രമാണ് എന്ത്?
അല്ലാത്തത് ബാക്കി താലോലമാണെങ്കിൽ സ്നേഹപൂർവ്വം ശ്രുതി തരംഗമല്ല കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതിയാണ്. കുടുംബശ്രീ പദ്ധതി അല്ല എന്ന് അറിയാലോ, അത് മനസ്സിലാക്കി വെക്കുക. 24ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള കേരള സംസ്ഥാന സർക്കാരുടെ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആശ്വാസാണോ, ആപ്തമിത്രയാണോ, അനുയാത്രയാണോ, ആർദ്രമാണോ? ആശ്വാസാണോ, ആപ്തമിത്രയാണോ, അനുയാത്രയാണോ, ആർദ്രമാണോ? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഏതാണ്? ഏതാണ്? അനുയാത്രയാണ് കേട്ടോ. അനുയാത്ര പദ്ധതിയാണ്. ഏതാണ്? അനുയാത്ര പദ്ധതിയാണ്. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, പൂർണ്ണ ശയ്യാലം വരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി താലോലം, സമാശ്വാസം, പ്രത്യാശ, ആശ്വാസകിരണം. അതായത് പൂർണ്ണ ശയ്യാലം വരെ പരിചരിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള പദ്ധതിയാണ് സാന്ത്വനം പദ്ധതി. ഇപ്പൊ നമ്മൾ ഒരാളെ പരിചരിക്കുന്നു, അതായത് കിടപ്പിലായവരെ പരിചരിക്കുന്നു. അങ്ങനെ പരിചരിക്കുന്നവർക്കുള്ള ധനസഹായ പദ്ധതി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ആശ്വാസകിരണം. നമ്മൾ ആരോഗ്യ കിരണം പറഞ്ഞു, വരുമാന നില പരിഹരിക്കാതെ 18 വയസ്സിൽ താഴെയുള്ള എല്ലാവർക്കുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയാണ് ആരോഗ്യ കിരണം. ആശ്വാസകിരണം എന്താണ്? പൂർണ്ണ ശയ്യാലം വരെ, അതായത് കിടപ്പ് രോഗികളെ വീട്ടിൽ തന്നെ പരിചരിക്കുന്നവർക്ക് മാസം അവർക്ക് എത്രയാണ്? 600 രൂപ ധനസഹായം, അതായത് നമ്മൾ പെൻഷൻ പോലെ കൊടുക്കുന്ന പോലെ അങ്ങനെ പരിചരിക്കുന്നവർക്ക് 600 രൂപ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആ പദ്ധതിയാണ് ആശ്വാസകിരണം. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ഒരാള് വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവരെ നമ്മൾ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ, അതായത് അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 26ാമത്തെ ചോദ്യമാണ്, കേരളത്തെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിജീവനം പദ്ധതിയാണോ, സാകല്യമാണോ, വയോമിത്രയാണോ, നിരാമയാണോ? ഏതാണ് പദ്ധതി? നിരാമയാണ് കേട്ടോ. നിരാമയ പദ്ധതിയാണ് ഉത്തരം. നിരാമയ പദ്ധതിയാണ്. ഓക്കെ. എന്താണ്? കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ പദ്ധതി. നിരാമയ പദ്ധതി പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. 27, നമുക്ക് 30ൽ നിർത്താം. 27, കേരളത്തിലെ അഗതികളുടെ പുനരധിവാസത്തിനും അഗതികളുടെ പുനരധിവാസത്തിന് രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അഭയാണോ, ആശ്രയാണോ, മഹിളാ മന്ദിരമാണോ, ആഫ്റ്റർ കെയർ ഹോം ആണോ? കേരളത്തിലെ അഗതികളുടെ പുനരധിവാസത്തിനായി രൂപം കൊടുത്തുള്ള സമഗ്ര വികസന പദ്ധതി അഭയാണോ, മഹിളാ മന്ദിരമാണോ, ആഫ്റ്റർ കെയർ ഹോം ആണോ? ഇതല്ല. ഏതാണ് പദ്ധതി? പദ്ധതി ആശ്രയാണ് കേട്ടോ. ഏതാണ്? ആശ്രയ. ഏതാണ് പദ്ധതിയുടെ പേര്? ആശ്രയാണ് കേട്ടോ. പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. ആശ്രയാണ്. കേരളത്തിൽ അഗതികളുടെ പുനരധിവാസത്തിന് രൂപം കൊടുത്ത സമഗ്ര വികസന പദ്ധതി ആശ്രയാണ്. നിങ്ങൾ പേര് കേട്ടിട്ട് ആഫ്റ്റർ കെയർ ഹോം ഒക്കെ പോയി ആൻസർ ചെയ്തു അല്ലെ? 28,
നോക്കിക്കേ, നമ്മൾ അപ്പോൾ ചെയ്തൊരു ചോദ്യം തന്നെയാണ്, പക്ഷെ ചോദിച്ച രീതി നോക്കിക്കോ. നവജാത ശിശു കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് അറിയപ്പെടുന്ന പേരെന്താണ്? ശലഭം പദ്ധതി, ഹൃദ്യം പദ്ധതി, ശ്രദ്ധാ പദ്ധതി, സ്നേഹപൂർവ്വം പദ്ധതി. നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, കേരളത്തിലെ ശിശു മാതൃമരണ നിരക്കുകൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി നവജാത ശിശുക്കളിൽ നടത്തി വരുന്ന കോംപ്രഹെൻസീവ് ന്യൂബോൺ സ്ക്രീനിങ് പ്രോഗ്രാം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശലഭം പദ്ധതിയാണോ, ഹൃദ്യം പദ്ധതിയാണോ, ശ്രദ്ധാ പദ്ധതിയാണോ, സ്നേഹപൂർവ്വം പദ്ധതിയാണോ? ഏതാണ്? ഏകദേശം എല്ലാവരും ഉത്തരം പറഞ്ഞ നമ്മുടെ ശലഭം പദ്ധതിയാണ്. മനസ്സിലായില്ലേ? ശലഭം പദ്ധതിയാണ്. ലീഡർ ബോർഡ് ഇട്ടില്ല അറിയാതെ. ശരി, 29ാമത്തെ ചോദ്യം. 29. കേരള ഗവൺമെന്റ് ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും, ഇതും റിപ്പീറ്റഡ് ചോദ്യമാണ്. നോക്കിക്കേ, കേരള സർക്കാർ ഈ വർഷം സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഇതിന് വീണ്ടും പോളേണ്ട ആവശ്യമില്ല. മെഡിസെപ്പ് ആണെന്നുള്ളത് അറിയാലോ, മെഡിസെപ്പ് ആണ്. 30. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഇത് എന്തായാലും പോളിട, ആരൊക്കെ ശരിയാക്കി നോക്കണല്ലോ, ആരെങ്കിലും തെറ്റിക്കുന്നല്ല. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര, ആർദ്രം, സുഹൃത്തും, താലോലം. ഏതാണ്? തെറ്റിച്ച ഒരാളുണ്ട്. നമ്മൾ അപ്പോഴേ പറഞ്ഞോളൂ, ഏതാണ്? അനുയാത്ര. ഓക്കെ, അനുയാത്രയാണ്. അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി എന്ന് നമ്മൾ അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനുയാത്ര പദ്ധതിയാണ്. പഠിച്ചു വെക്കുക. ഈ ഒരു ചോദ്യം 31 സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് കുറെ പേര് തെറ്റിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് പദ്ധതി? വയോമിത്രം എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? 65 വയസ്സിന് മുകളിലുള്ളവർക്കുള്ള പദ്ധതിയാണെന്നുള്ളത്. ഇതെന്താണ്? സാമൂഹ്യനീതി വകുപ്പിന് കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിൽ താമസിക്കുന്ന ആരോഗ്യ പരിരക്ഷയ്ക്കുള്ള പദ്ധതി വയോ അമൃതമാണ്. ഇത് ചോദിച്ചിട്ട് കുറെ പേര് തെറ്റിച്ചിട്ടുള്ള കാര്യമാണ്. വയോമധുരം, വയോമന്ദാസം എന്നല്ല, വയോമധുരം ഉണ്ട്. അത് ഗ്ലൂക്കോമീറ്ററുമായി ബന്ധപ്പെട്ടാണ്. അത് നമ്മുടെ ഇതിലുണ്ട്,